السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله رحمة للعالمين وقدوة للعاملين. بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته ساعيا وبالمعروف آمرا وبالمنكر نهيا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അളവറ്റ ദയാപരനും അത്യുന്നതനും അത്യുദാരനും അനുഗ്രഹദാതാവും അദൃശ്യനും അജയ്യനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി. അല്ലാഹു പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒറ്റ ഒരാളെയും അവൻ്റെ കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന ഗുണം കെട്ട ദോഷികളിൽ ഉൾപ്പെടുത്തി പരാജയപ്പെടുത്താതിരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിശുദ്ധമായ വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം, ഉതുലുബുൽ ഇൽമ വലൗ ബിസീൻ, നിങ്ങൾ ചൈനയിൽ ചെന്നായാലും ശരി തന്നെ വിജ്ഞാനം കരസ്ഥമാക്കണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമിനെ തേടുക എന്നുള്ളത് എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഫർളായ ഒരു കാര്യമാകുന്നു. പ്രവാചകർ പറയുന്നു, നാളെ മഹ്ശറയിൽ, ഭീകരമായ മഹ്ശറ, ഭൂമിയേക്കാൾ 9,29,00,000 മൈൽ ഉയരത്തിൽ നിൽക്കുന്ന, സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ 5600 ലക്ഷം ടൺ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, പ്രപഞ്ചത്തിലെ കത്തിക്കാണുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ പ്രപഞ്ച സൂര്യനെ അള്ളാഹു തലയിൽ നിന്നും ഒരു ജാൻ ഉയരത്തിൽ കൊണ്ടുവരുന്ന ആ ഭീകരമായ മഹ്ശറയിൽ അള്ളാഹു മാലാഖമാരോട് കൽപ്പിക്കുന്ന ഒരു രംഗം പ്രവാചകർ പറയുന്നു. അടിമകളുടെ നന്മത്തിന്മകൾ തുലാസിൽ തൂക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുന്നു, അടിമകൾ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മുഴുവനും ഈ തുലാസിൽ, ഈ മീസാനിൻ്റെ തട്ടിൽ വയ്ക്കുക. അങ്ങനെ മലക്കുകൾ അടിമകൾ ചെയ്തതായ മുഴുവൻ സൽക്കർമ്മങ്ങളും ആ തുലാസിൻ്റെ തട്ടിൽ വയ്ക്കുമ്പോൾ ആ തട്ട് താഴേക്ക് വരുന്നു. ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് കൽപ്പിക്കുന്നു, മലക്കുകളെ, ആ കാലിത്തട്ടുണ്ടല്ലോ, വെറുതെ വെച്ചിരിക്കുന്ന ആ കാലിത്തട്ട്, മുകളിലേക്ക് നിൽക്കുന്ന ആ കാലിത്തട്ടിൽ എൻ്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഷഹീദിൻ്റെ ഒരു തുള്ളി ചോര കൊണ്ടുവന്ന് വയ്ക്കൂ മലക്കുകളെ. മലക്കുകൾ ഒരു തുള്ളി ചോര കൊണ്ടുവന്ന് ആ കാലിത്തട്ടിലേക്ക് വയ്ക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, കുടുംബപരമായോ സാമ്പത്തികമായോ തമ്മിൽ തർക്കത്തിൻ്റെ പേരിൽ കുത്തേറ്റ് മരിച്ച ഷഹീദല്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വൈരാഗ്യത്തിൻ്റെ പേരിൽ പള്ളയിൽ കറ്റുകയറ്റി കുത്തിമലർത്തിയ ഷഹീദല്ല. ഈ ഷഹീദ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അടരാടി രണാങ്കണത്തിൽ വെച്ച് ജീവൻ പൊലിഞ്ഞു പോയ മഹാനായ ഹസ്രത്ത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ശുഹദാക്കളുടെ ആ ഷഹീദിൻ്റെ രക്തം അല്ലാഹുവിന് വേണ്ടി പോരാടിയ ആ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോര കൊണ്ടുവന്ന് ആ കാലിത്തട്ടിലേക്ക് വയ്ക്കുന്നു. ആ കാലിത്തട്ടിലേക്ക് വയ്ക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സർവനന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഭാരമുള്ള മീസാനിൻ്റെ ആ ഒരു തട്ടിനേക്കാൾ ഭാരമുള്ളതായിക്കൊണ്ട്
ഈ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോര വെച്ച ആ തട്ട് താഴേക്ക് വരുമെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ. അത്ഭുതത്തോടുകൂടി അവിടെ നിൽക്കുന്ന ജനകോടികൾ വിളിച്ചു പറയുന്നു, യാ ലൈതനീ കുന്തു ഷഹീദാ. അല്ലാഹുവേ, ഞാനൊരു ഷഹീദായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചലോകത്തിൽ, ഈ നശ്വരമായ ദുനിയാവിൻ്റെ ഈ തൊലിക്ക് പുറത്ത് ഞാൻ ജീവിച്ച സമയത്തിൻ്റെ മരണം നിൻ്റെ അല്ലാഹുവേ, നിൻ്റെ ദീനിൻ്റെ പേരിൽ രക്തസാക്ഷിയായി കൊണ്ടുള്ള ഷഹീദായ ഒരു മരണമായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. അല്ലാഹ്, യാ ലൈതനീ കുന്തു ഷഹീദാ. ശേഷം അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നു, ആ ഷഹീദിൻ്റെ ഒരു തുള്ളി ചോരയുണ്ടല്ലോ, ആ ചോരയങ്ങ് മാറ്റൂ. എന്നിട്ട് ലോകത്തുള്ളതായ സർവ്വരക്തസാക്ഷികൾ, മഹാനായ ഹംസത്തുൽ കറാർ ഉൾപ്പെടെ, മഹാനായ അബൂ ഉബൈദ ഉൾപ്പെടെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ, അതുപോലെ തന്നെയുള്ള സഅദ് സലമി ഉൾപ്പെടെ മഹാന്മാരായ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആ മഹത്തുക്കളുടെ ആ ഷഹീദിൻ്റെ ചോര മുഴുവനും ഇപ്പുറത്ത് തട്ടിലേക്ക്, മറ്റ് സൽക്കർമ്മങ്ങൾ വെച്ചിരിക്കുന്ന തട്ടിലേക്ക് മാറ്റുന്നു. അവിടെ കൂടിയതായ മലക്കുകൾ അത്ഭുതപ്പെട്ടു. അവിടെ നിൽക്കുന്നതായ ജനകോടികൾ അത്ഭുതത്തോടുകൂടി രംഗം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ആ കാലിത്തട്ടിനെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മലക്കുകളോട്, വീണ്ടും കൽപ്പിക്കുന്നു, ആ കാലിത്തട്ടുണ്ടല്ലോ, ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആ കാലിത്തട്ടിൽ എൻ്റെ ദീൻ പഠിച്ചതായ ഒരു മുത്തഅല്ലിമിൻ്റെ പേനത്തുമ്പിൽ നിന്നും നിർഗളിച്ചതായ ഒരു തുള്ളി മഷി കൊണ്ടുവന്ന് വെക്കൂ മലക്കുകളെ. മാലാഖമാർ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ കാലിത്തട്ടിലേക്ക് ഒരു തുള്ളി മുത്തഅല്ലിമിൻ്റെ പേനയിൽ നിന്ന് നിർഗളിച്ചതായ ഒരു തുള്ളി മഷി അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ സർവ്വ നന്മകളും സർവ്വ രക്തസാക്ഷികളുടെ രക്തവും വെച്ചുകൊണ്ട് ഭാരം തൂങ്ങി നിൽക്കുന്ന ആ മീസാനിൻ്റെ തട്ടിനേക്കാൾ ഭാരമുള്ളതായിക്കൊണ്ട് ഈ മുത്തഅല്ലിമിൻ്റെ പേനത്തുമ്പിൽ നിന്ന് നിർഗളിച്ചതായ മഷി വെച്ചതായ തട്ട് താഴേക്ക് വരുമ്പോൾ അവിടെ കൂടിയതായ ജനകോടികൾ വിളിച്ചു പറയും, യാ ലൈതനീ കുന്തു ആലിമാ. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് ഒരു ആലിമായ ഒരു പണ്ഡിതനായി മാറിയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനേ. കഴിഞ്ഞില്ലല്ലോ അല്ലാ. യാ ലൈതനീ കുന്തു മുതഅല്ലിമാ. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമെങ്കിലുമായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനെ എന്നവിടെയുള്ളവർ കുളിച്ചു കൂവി പോകുന്നു. കഴിഞ്ഞില്ലല്ലോ അല്ലാ. യാ ലൈതനീ കുന്തു മുഈനാ. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമിനെ സഹായിക്കുന്ന ഒരു സഹായിയെങ്കിലും ഞാനായിരുന്നുവെങ്കിൽ, ഒരു പേനയെങ്കിലും വാങ്ങിക്കൊടുത്തുകൊണ്ട് സഹായം ചെയ്യുന്ന ഒരു സഹായിയായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനേ. അവിടെ വരച്ചുകൊണ്ട് ആ മഹ്ശറയിൽ വെച്ച് ജനങ്ങൾ വിളിച്ചു കൂവിപ്പോകുമ്പോൾ ദീൻ പഠിച്ചവർ, പഠിപ്പിച്ചവർ, ആ ദീനിന് വേണ്ടി സമയം ചെലവഴിച്ചവർ അവരൊക്കെ ഇന്നാളെ മഹ്ശറയിൽ രക്ഷപ്പെടുമെന്ന് പ്രവാചകർ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വിജ്ഞാനത്തിന് അല്ലാഹു കൊടുത്ത മഹാസൗഭാഗ്യം എത്രത്തോളം വലുതാണ്. അല്ലാഹു പരിപൂർണമായും ആ വിജ്ഞാനം കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനത്തിൽ നിന്നും അല്ലാഹു നൽകിയതായ ആ പരിശുദ്ധമായ ആദരിച്ചതായ വിജ്ഞാനം എത്രത്തോളം കരസ്ഥമാക്കുവോ ആ വിജ്ഞാനം കരസ്ഥമാക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.